മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ ഓപ്ഷനാണ് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബാർ മാഗ്നറ്റ് വെച്ചു. ബാർ മാഗ്നറ്റിൻ്റെ മുകളിൽ ജോമെട്രി ബോക്സിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു OHP ഷീറ്റ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അയൺ പൗഡർ പിന്നെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു. അയൺ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത ടൈമിൽ അതൊരു ചെറിയൊരു പാറ്റേൺ രൂപത്തിൽ വന്നിട്ടുണ്ട്, ഒരു മുള്ളംപന്നി പോലെ അല്ലേ. അപ്പോൾ ആ അയൺ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത ടൈമിൽ ജസ്റ്റ് ഒരു പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. അത് നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതായത് മാഗ്നറ്റ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിച്ചു. ആ മാഗ്നറ്റിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സറൗണ്ടിങ്സിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിച്ചു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ഫെറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് പോകുന്നതും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് ജസ്റ്റ് അതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു പിന്നെ ഫിഗർ വരക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ നമുക്കറിയാം എന്ത്, ലൈക്ക് പോൾസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും അല്ലേ. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, നോർത്തും റിപ്പൽ ചെയ്യും, സൗത്തും എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും അല്ലേ. സജാതീയവും വിജാതീയ ധ്രുവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ. പിന്നെ ഇങ്ങനെ ഇതുപോലെ ചിലപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ തരും. അപ്പോൾ ഇവിടെയുള്ള പോൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും അല്ലേ, സൗത്തും നോർത്തും അട്രാക്റ്റ് ചെയ്യും. അപ്പം ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ബി എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ഫാൾസ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്താ പറയുക, ബാർ മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബാർ മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മെറ്റലാവാം അല്ലേ, അയൺ ബാർ ആവാം അല്ലേ, മാഗ്നറ്റിക് സബ്സ്റ്റൻസുള്ള മെറ്റലാവാം, മാഗ്നറ്റിക് സബ്സ്റ്റൻസായ മെറ്റലാവാം, അയൺ ബാർ ആവാം അല്ലേ. ഓക്കെ, എ ക്യാൻ ബി എൻ അയൺ ബാർ. ഇനിയിപ്പോൾ പിന്നെ ഓപ്പോസിറ്റ് പോളാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യൂലേ, അപ്പോൾ എ ക്യാൻ ബി എ മാഗ്നറ്റ് ആയിക്കൂടെ. യെസ്. ഒബ്ജക്റ്റ് ബി ഈസ് റിപ്പൽഡ് വിത്ത് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റുമായിട്ട് റിപ്പൽ ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം, അത് മാഗ്നറ്റ് തന്നെ ആയിരിക്കണം, ലൈക്ക് പോൾസും ആയിരിക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്തായിരിക്കണം, മാഗ്നറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ഓക്കെയാണ്. പിന്നെ ബി ക്യാൻ ബി എ അയൺ ബാർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടെത്തുന്നത്. ഇനിയിപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇനി താഴോട്ടേക്ക് ജസ്റ്റ് പോവുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ് ഒരു ആർക്ക് മാഗ്നറ്റ്. ആർക്ക് ഷേപ്പിൽ പിന്നെ മിനി മോട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മാഗ്നറ്റും കൂടിയുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ല. ഈ മാഗ്നറ്റിൻ്റെ പേരെന്താണ്, ഡിസ്ക് മാഗ്നറ്റ് ആണല്ലേ. ഇത് യു ഷേപ്പ് മാഗ്നറ്റ് അല്ലേ. സബ്വേ സർഫൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും അല്ലേ. ഇനി ബാർ മാഗ്നറ്റിനാണോ അല്ലെങ്കിൽ പിന്നെ യു മാഗ്നറ്റിനാണോ സ്ട്രെങ്ത്ത് കൂടുതലെന്ന് ചോദിച്ചാൽ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. യെസ്, സ്ട്രെങ്ത്ത് കൂടുതൽ യു മാഗ്നറ്റിനായിരിക്കും അല്ലേ. ഒരു ഹോസ് ഷൂ മാഗ്നറ്റും കൂടി നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. 3 ബി പറയുകയാണെന്ത്, ഒരു ഫ്രിഡ്ജ് തന്നിട്ടുണ്ട്. ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് എ സിറ്റുവേഷൻ വേർ ദ മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്. ഇത് പെട്ടെന്ന് ഡോർ അടയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. നമ്മളെ ടെക്സ്റ്റ് ബുക്ക് പാഠം തുടങ്ങിയ സമയത്ത് 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 ചിത്രങ്ങളിൽ പിന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗത്ത് പിന്നെ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റു ഭാഗത്ത് ഒരു മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട് അടയാൻ വേണ്ടി. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിൽ ഒരു നീനുവിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന വേറെ സിറ്റുവേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലേ. നമ്മൾ ATM കാര്യം പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റിക് സ്ട്രിപ്പ് അയിമലുണ്ട്. അവസാനത്തെ പേജിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രെയിൻ ഉപയോഗിച്ചിട്ട് വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പിന്നെ വേർതിരിക്കുന്നുണ്ട്. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന ഒരു ടെക്നിക്കിന് പറയുക. മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വേറെ സൈഡിലേക്ക് ഇടാൻ വേണ്ടി പറ്റും. അലൂമിനിയം പോലത്തെ പിന്നെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് ചെയ്യൂല, അതിൽ അട്രാക്റ്റ് ചെയ്യൂല. യെസ്. ഇനി എന്താണ് പറഞ്ഞത്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോളം തന്നിട്ടുണ്ട് അല്ലേ. യെസ്, ഇത് മാച്ച് ആയിട്ടാണോ ഉള്ളത് അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. മാഗ്നറ്റിക് ബാറിന് നേർക്ക് മാഗ്നറ്റിക് നീഡിലുള്ള, അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ മാഗ്നറ്റിക് നീഡിലിൻ്റെ നേർക്ക് എന്നുള്ളത് റിംഗ് മാഗ്നറ്റുള്ള, അപ്പോൾ അതും തെറ്റാണ്. മാഗ്നറ്റിക് റിങ്ങിൻ്റെ നേർക്കോ ഒരു ബാർ മാഗ്നറ്റുള്ള, അതും തെറ്റാണ്. മാഗ്നറ്റിക് ഡിസ്കിൻ്റെ നേർക്ക് മാഗ്നറ്റിക് ഡിസ്കിൻ്റെ ചിത്രം നേരത്തെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 ശരിയാണ്. അപ്പോൾ ഉത്തരം ഡി അല്ലേ. യെസ്, കറക്റ്റ് പെയർ എന്ന് പറയുന്നത് ഡി ആണ്.
ഇനി ഡിസൈൻ എ ഡിവൈസ് ഓർ എ സിസ്റ്റം ഇത് ഹെൽപ്പ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയോ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു സാധനം എന്താ ചെയ്യണം, ഒരു ഹിൻഡ് തന്നിട്ടുണ്ട് ടു സെപ്പറേറ്റ് മെറ്റൽ ഒബ്ജക്റ്റ് ഫ്രം ഗാർബേജ്. അല്ലെ വാട്ടർ ബോഡീസിലോ നമ്മളെ M4 ടെക്കൊക്കെ കാണില്ലേ, അല്ല ഒരു മാഗ്നറ്റ് ഒരു കാർമ കിട്ടിയിട്ട് ചാടിയിട്ട് മറ്റേ എന്താ പറയുക ആങ്കർ പോലത്തെ സാധനങ്ങളൊക്കെ കപ്പലിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയത്. ഇനി ഇവിടെ മാഗ്നറ്റിൻ്റെ കേസിൽ എന്തുണ്ട്, പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്, ടെമ്പററി മാഗ്നറ്റും ഉണ്ട്. ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ മാഗ്നറ്റൊക്കെ പെർമനൻറ്റും, ഇലക്ട്രോ മാഗ്നറ്റ് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ മാത്രം മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യണം, അത് ടെമ്പററി മാഗ്നറ്റുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ സ്ലാബിൻ്റെ ഇടയിൽ പിന്നെ ചാവി പോയാലുള്ളൊരു കേസ് പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് എടുക്കാമെന്നുള്ളത് ലെറ്റസസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഗാർബേജിൽ നിന്ന് പിന്നെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. അല്ലെങ്കിലോ വാട്ടർ ബോഡീസിൽ നിന്ന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, നമ്മളിപ്പോൾ കിണറിൽ വീണ ഒരു കഥ പറഞ്ഞിട്ടില്ലേ, അല്ല ചാവി കിണറ്റിൽ വീണ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെയോ നമ്മളെ ചാവികളെല്ലാം നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, PVC പൈപ്പ് പോലത്തെ മാഗ്നറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് എടുത്ത ഒരു സിറ്റുവേഷനൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ കുട്ടികളുടെ ഇടയിൽ നിന്നും കുറച്ച് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇനി സ്വന്തമായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇമാജിൻ ചെയ്യുക ഒരു പ്രോബ്ലം, എന്നിട്ട് അതിനങ്ങ് സോൾവ് ചെയ്യുക. ഓക്കെ. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യന്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് റിക്വയർഡ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പറയുന്നുണ്ട് അല്ലേ. ഒരു 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, പിന്നെയോ കണക്റ്റിംഗ് വയർ വേണം, പിന്നെയോ ഒരു അയൺ നെയിൽ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ ഇങ്ങനെ കോയിൽ പോലെ ഇങ്ങനെ ചുറ്റണം. എന്നിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതൊരു പിന്നെ ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ആ ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്ത് നമ്മൾ ഫെറ്റിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഇങ്ങനെ ഇലക്ട്രിസിറ്റീൻ്റെ ഫ്ലോ എല്ലാം, അതൊക്കെ വലിയ ക്ലാസ്സിലാണ്, എന്നാലും ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റ് പിന്നെ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ പവർ എന്ത് ചെയ്തിട്ടില്ല, അനുവിൻ്റെ ഇനി ചെറിയ നീഡിൽ മാത്രമേ പിന്നെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ എന്താണ്, വീക്കാണ് ഇലക്ട്രിസിറ്റി, പിന്നെ അതിലോട്ട് കുറച്ച് കുറവാണല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നെ മാഗ്നറ്റിക് പവറും കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഈ ബാറ്ററി എന്ത് ചെയ്താൽ മതി, എക്സ്ട്രാ ആക്കിയാൽ പോരെ. ഒരു 18 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വെച്ച് കൊടുക്കുക. പിന്നെ അതൊരു സജഷൻ അല്ലേ. ഇനി ഇലക്ട്രോ മാഗ്നറ്റ് വിനുവിൻ്റെ ഗ്രൂപ്പിൻ്റെ അത് വർക്ക് ചെയ്യുന്നില്ല, എന്തുകൊണ്ടായിരിക്കാം, അപ്പോൾ ആ സർക്യൂട്ടിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലേ. ബാറ്ററി വേണം, പിന്നെ എന്തൊക്കെ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബാറ്ററി ഒരു കണക്റ്റിംഗ് വയർ, ചിലപ്പോൾ കണക്റ്റിംഗ് വയറിന് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കണ്ടക്ട് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. പിന്നെയോ ഒരു നെയിൽ വേണം അല്ലെ, അയൺ നെയിൽ വേണം. പിന്നെയോ ഒരു കോപ്പറിൻ്റെ ഒരു കോയിൽ പോലത്തെ ഒരു സംഭവം വേണം. അപ്പോൾ ഏതെങ്കിലും അത് 7ാം ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് അതിന് ഒരു ടേമായിട്ടെല്ലാം പറയാം, ഓപ്പൺ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് എന്നൊക്കെ പഠിക്കുന്നുണ്ട് നമ്മൾ. അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടാവില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് മാഗ്നറ്റായി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. ചിലപ്പോൾ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഡെഡ് ആയിരിക്കും ഇത് ബാറ്ററി. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. 5ാമത്തെ പാഠം എവിടെ നിന്നാണ് വന്നത്, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വന്നത് നമ്മളെ 3ാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് അല്ലേ. റിബിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, റിബ് ഗേജിൻ്റെ ഒരു ചിത്രം. അപ്പോൾ A എന്താണ്, B എന്താണ് എന്നാണ് ചോദ്യം അല്ലേ. ഇവിടെ ഒറ്റ എല്ലേ ഉള്ളൂ. ഇനി നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സ്റ്റേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മാറൽ എത്ര എണ്ണാണ്, മാറൽ ഒറ്റോന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ B കാണിച്ചിട്ടുണ്ട്, എന്താണ്, റിബ്സ് ആണ്. റിബ്സ് എത്ര പെയറാണ്, 1 2 3 4 5 6 7 8 9 10 11 12, 12 ഇപ്പുറത്തെ സൈഡിൽ 12 പെയർ, അതല്ലെങ്കിൽ ടോട്ടൽ 24 അല്ലേ. ഇത് നമ്മൾ മൊത്തം ടോട്ടൽ കൂട്ടിയിട്ട് 206 ഒക്കെ കിട്ടിയ ഓർമ്മയില്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പിക്ചർ ഒബ്സർവ് ചെയ്യുക, ഇതിൻ്റെ പേര് എഴുതുക അല്ലേ. A എന്താണെന്ന് എഴുതുക, B എന്താണെന്ന് എഴുതുക, ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതി. ഇനി റൈറ്റ് 2 ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ സ്കെൽട്ടൺ. ഹ്യൂമൻ സ്കെൽട്ടൻ്റെ ഫങ്ഷൻ 2 എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. സ്ട്രെങ്ത്ത് അല്ലേ, പിന്നെയോ ഷേപ്പ്, പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ, അങ്ങനത്തെ പിന്നെ ഒരുപാട് ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഏതെങ്കിലും 2 പിന്നെ ഫങ്ഷൻ നോക്കണം. പിന്നെയോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും റീസണും തന്നിട്ടുണ്ട്. സ്കെലട്ടൺ ഓഫ് ബേർഡ് ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ് എന്താണ്, ബേർഡ്സിൻ്റെ സ്കെലട്ടൺ കുറവാണ്, ശരിയാണ്. ദ സ്കെലട്ടൺ ഓഫ് ബേർഡ്സ് ഈസ് ഇൻകംപ്ലീറ്റ്. ശരിക്ക് പറഞ്ഞാൽ ഇവിടെ എന്താ വേണ്ടത്, എന്തിൻ്റെ പ്രസൻറ്റ് നമ്മൾ പഠിച്ചത്, എയർ ബാഗ് ഉണ്ട് അല്ലേ, എയർ സാക്ക് ഉണ്ട്, അല്ലെങ്കിൽ വായു ഉറകളുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതുകൊണ്ടാണ് പറക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ റീസൺ തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഇൻകറക്റ്റ്, ഇതാണ് ശരിയായിട്ട് വരിക. പക്ഷേ ഇതൊരു ഇവല്യൂഷൻ തിയറിയൊക്കെ പറയുന്ന സ്ഥിതിക്ക് പറയുമ്പോൾ ഏറ്റവും അവസാനം വന്നത് പിന്നെ മാമൽസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വലിയൊരു കേസിലേക്ക് 6ാം ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ പ്രശ്നമില്ല, വലിയൊരു കേസിലേക്ക് പോകുമ്പോൾ പിന്നെ ഒരു സ്കെൽട്ടൺ ഇൻകംപ്ലീറ്റ് ആണ്, നമ്മളിങ്ങനെ വേർട്ടിബ്രേറ്റ് നട്ടല് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഹ്യൂമണിലേക്ക് എത്തുമ്പോൾ ആണെങ്കിൽ
അങ്ങനെ പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാണ്. പക്ഷേങ്കിൽ 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഓക്കെയാണ്. ഇനി ഇതാ നമ്മളെ പിന്നെ ഒരു ചോദ്യമുണ്ട് അല്ലേ. കുട്ടികൾ എന്ത് ചെയ്യാണ്, ക്ലേ ഉപയോഗിച്ചിട്ട്, സ്ലൈം ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, ക്ലേ ആണ് ഏറ്റവും നന്നാവുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ, നമ്മളെ നട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഐറ്റം ഇങ്ങനെ കുഴക്കുന്നൊരു വീഡിയോ മുമ്പ് വന്നിരുന്നു. പിന്നെ ഒരു ഹൈജീനിക് അല്ലാതെ കാലുകൊണ്ടൊക്കെ കുഴക്കുന്നൊരു സംവിധാനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മിക്സിങ് ദ ക്ലേ വിത്ത് ഫീറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ ക്ലേ മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ജോയിൻസ് ആണ്, ആകെ 3 ജോയിൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. പിവോട്ട് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഇമാജിനേഷൻ, നിങ്ങളുടെ മനസ്സ് കാണുക ഒരു ക്ലേ മിക്സ് ചെയ്യുന്ന പരിപാടി. എന്നിട്ട് ഇത് ഇവിടെ ഏത് ജോയിൻ്റാണ് കൃത്യമായിട്ട് പിന്നെ യൂസ് ആവുക എന്നുള്ളത് അങ്ങ് വിട്ടു കൊടുക്കുക. മേക്കിംഗ് ഡിഫറെൻറ്റ് മോഡൽ മേക്ക് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ക്ലേനെ ടേബിളിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ ഏതൊക്കെ ജോയിൻസ് ആണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, എടുത്തിട്ട് എഴുതുക. ഇനി ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്, പിവോട്ട് ജോയിൻറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്, നെക്കിലാണ്. പിന്നെയോ മാക്സിമം ഫ്രീഡം ഉണ്ടോ, ഇല്ല. മാക്സിമം ഫ്രീഡം ബോൾ ആൻഡ് സോക്കറ്റിനാണ് പറഞ്ഞത്. ഇനിയോ ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ, അല്ല അത് ഹിഞ്ച് ജോയിൻറ്റ്, വെജാഗിരി ജോയിൻറ്റ് നമ്മൾ പറഞ്ഞത്. ഇനിയോ എ ബോൺ ദാറ്റ് മൂവ് ഫോർവേഡ് ബാക്ക്വേർഡ്, അല്ലേ. യെസ്, ഇതാണ് വരിക. അപ്പോൾ 1C3 അപ്പോൾ ഒറ്റയടിക്ക് തന്നെ കിട്ടി. യെസ്, ഇനി ബാക്കി നോക്കൂ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഷോൾഡറിലാണ് കാണപ്പെടുന്നത്. പിന്നെയോ മാക്സിമം ഫ്രീഡം ഉണ്ട്. പിന്നെയോ ഹിഞ്ച് ജോയിൻറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്, നീലുണ്ട്. നീല് മാത്രമല്ല പിന്നെ എൽബോയിലുണ്ട്. പിന്നെ ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഓക്കെ. ഇനി ഹൗ ക്യാൻ യു കൺസ്ട്രക്ട് എ മോഡൽ ദാറ്റ് വുഡ് ഹെൽപ്പ് ദ